ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം ഇന്ന് നമുക്കൊരു മീനുകൊണ്ട് അച്ചാറിടുന്ന റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് ചൂര മീനാട്ട കിട്ടിയിരിക്കണത്. പിന്നെ നമുക്ക് കറിക്ക് പൊരിക്കാനും കറിക്കൊക്കെ മാന്തളാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചൂരനെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെയാണ്, പോയിട്ടൊന്നുമില്ല കേട്ടോ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്നാണ് അച്ചാറിടണേ. ഇവിടുന്ന് അറിയുമ്പോൾ മലപ്പുറത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അത് ചതക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായി നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഉലുവ, കടുക് വറുത്ത് പൊടിച്ചത്. പിന്നെ നമ്മൾ ആദ്യമൊന്നും ഞങ്ങൾ അച്ചാറിടുമ്പോൾ അങ്ങനെ ഇട്ടീനില്ല. ഇപ്പം മരുവൻ വന്നപ്പോൾ മരുവൻ പറഞ്ഞു തന്നതാണ് ഞങ്ങൾക്ക്. ഓന് ഈ ഫുഡിൻ്റെ പരിപാടി ആയതുകൊണ്ടേ. അപ്പോൾ അതിക്ക് ഇച്ചിരി ചെമ്മീൻ കൂട്ടിയ നല്ല ടേസ്റ്റാക്കാരൊന്ന് ഒന്ന് കുറുകിയും കിട്ടും, നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ചെമ്മീൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ട് അതിന് ഒരു ഭാഗം എടുത്തുങ്ങാണ്ട് അതും കൂടി ഒന്ന് നല്ലോണം കേകി അതും വറുത്ത് പൊടിച്ച് ഇതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ചൂര കട്ട് ചെയ്യട്ടെ. ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ടാണ് കട്ട് ചെയ്യണത്. പിന്നെ ചൂരമീൻ മാത്രമല്ല, എല്ലാ മീനും പറ്റും. ഈ സ്രാവ്, ഉണങ്ങിയ സ്രാവ് വാങ്ങുമല്ലോ ഉണക്ക മീനാക്കി, അത് നമ്മൾ നല്ലോണം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞിട്ട് അത് പൊരിച്ചതിന് ശേഷം അത് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. ഇതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് കിട്ടിയ ചൂരായപ്പോൾ ചൂര അങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. നമുക്ക് അച്ചാറുണ്ടാക്കിയിട്ട് 2 ദിവസം കാത്തു നിൽക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ വേണമെങ്കിലും നമുക്ക് ഉപയോഗം തുടങ്ങാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് അച്ചാറിട്ടാൽ. അപ്പോൾ അതാ നമ്മളെ മീൻ കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാന്തൾ മീനും കൂടി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇവിടെ പുതിയൊരു വരാന്ത മാതിരി എടുത്തതുകൊണ്ടേ അതിൽ പുതിയ കല്ലും പിന്നെ നമുക്കിങ്ങനെ സിങ്ക് പോലെ അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഇവിടെ നമുക്ക് മീൻ മുറിക്കാനും അങ്ങനെയൊക്കെ നിന്ന് ചെയ്യാൻ നല്ല സുഖാട്ടോ. ആദ്യം ഞങ്ങളെ ഈ വീടിന് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയൊരു വരാന്ത മാതിരി എടുത്തതുകൊണ്ട് നല്ല സൗകര്യമാട്ടോ. നമുക്ക് വാഷിംഗ് മെഷീൻ ഇടാനും അങ്ങനത്തെ ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് എടുത്തപ്പോൾ അപ്പോൾ അവിടെ വെച്ചാണ് ഞാനിത് തൊലിയൊക്കെ കളയണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോവാനായി. അച്ചാറൊക്കെ ഇട്ട് ലേസം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനി ചെല്ലണ അന്നൊന്നും കറിയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അച്ചാറുമ്മയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി, ഇഞ്ചി. ഇതിങ്ങനെ ഇത് മറ്റേത് എന്താ ചെമ്മീൻ, ഇതാണ് വെളുത്തുള്ളി ഇഞ്ചി കേട്ടോ. അപ്പം ഇനി നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. ഇനി നമുക്കതിക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ. ആദ്യം അതിൻ്റെ മുമ്പ് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളെ മീനിനെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാറുണ്ടാക്കണത്. അപ്പോൾ അതാ ചെമ്മീനും പിന്നെ ഉലുവയും കടുകും കൂട്ടിങ്ങാണ്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നല്ലെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി
ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇഞ്ചിയും. അത് നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ മക്കൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അവിൽ മിൽക്ക്, പഴം ഉണ്ടായിരുന്നു, പിന്നെ പൊരി അവലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടീൻ്റെ എരിയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ, നല്ല പച്ചമുളകാണ്. പിന്നെ ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കള്ളി പുളി പിഴിഞ്ഞ് അരിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മീനായിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒരിച്ചിരി, അത് ഒരു അച്ചിൻ്റെ പകുതി അത്രേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതും ഇട്ട് കൊടുത്തു. പിന്നെ അച്ചാർ പൊടി ഉണ്ടല്ലോ, അതും മഞ്ഞപ്പൊടി, പിന്നെ വിനാഗിരി, ഇതെല്ലാം കൂട്ടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഉപ്പും കൂടി ഇട്ടുക്കണം കേട്ടോ. അതും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ സൂപ്പറായിട്ടില്ലേ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ സൂപ്പറായിട്ടില്ല അച്ചാർ കണ്ടോ, നല്ല സൂപ്പറാണ്, ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പർ തന്നെയാണ്. ഇത് നമുക്ക് ഗൾഫിക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റും കേട്ടോ, നല്ല അച്ചാറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.